ഇല്ല അങ്ങനെയല്ല. ചിലപ്പോ നമുക്ക് തോന്നും നമ്മള് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വന്നിരുന്നിട്ട് ചിലപ്പോ നമ്മള് റാൻഡം കാര്യങ്ങളൊക്കെ പറയുന്നതിലൊക്കെ പോകുമ്പോ സിനിമ വിട്ടിട്ടുള്ള ടോപ്പിക് മാറി പോകുന്ന സമയത്ത് അത് വേണ്ട അങ്ങനെ തോന്നാം. കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല. ഓക്കെ, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത്, സിനിമ സെറ്റുകളിൽ നിന്ന് മുങ്ങിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അങ്ങനെ മുങ്ങാൻ പറ്റാറില്ലല്ലോ. ഒരു ലോക്കിട്ട് പൂട്ടി വെക്കുക, അപ്പൊ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? ഇല്ല, മുങ്ങിയ പിന്നെ നമ്മൾ അതിനൊരു എക്സ്ട്രാ ഡേറ്റ് കൊടുക്കണം. അഭിനയിക്കാൻ ലാഭം കയ്യിലില്ല. അല്ല, അത് ആ ദിവസം തന്നെ പോയി അഭിനയിക്കല്ലേ ലാഭം. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം മുങ്ങിയ നമുക്ക് ആ ഒരു ദിവസം കിട്ടും. അങ്ങനെയല്ല, നമുക്ക് ആ ദിവസം പിന്നെ കൊടുക്കേണ്ടി വരും. മുങ്ങാറില്ല. ഓക്കെ. സ്ക്രിപ്റ്റിലെ ഡയലോഗ് മാറ്റി എഴുതിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് വായിച്ചിട്ട് ഉണ്ട്, പറയാൻ പറ്റുമോ അത് ഏതാ ഡയലോഗ്? ഇല്ല, ഡയലോഗായിട്ട് മാറ്റി എഴുതിക്കുന്നതല്ല. ചിലത് ഭയങ്കര ലിറ്ററൽ ലാംഗ്വേജ് ആയിരിക്കും. അപ്പം ചില വാക്കുകളൊന്നും നമ്മളങ്ങനെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ നോർമലൈസ് ചെയ്ത് നമ്മള് സംസാര ഭാഷയിലേക്ക് അങ്ങനെ ആക്കാറുണ്ട്. അത് നമ്മളായിട്ട് അവരോട് ചോദിക്കും, ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇന്നത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നസ്ലിൻ, ഞാൻ ചോദിക്കട്ടെ, പൊതുവെ നസ്ലിൻ ചെയ്യുന്നതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് നെക്സ്റ്റ് ഡോർ ബോയ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ഡയലോഗ്സും ഭാരിച്ച ഡയലോഗ്സുകൾ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് ഇതുവരെ ഒരു സിനിമയിൽ തന്നെ വന്നിട്ടില്ലല്ലോ. ഇനി അങ്ങനത്തെ ഒരു ക്യാരക്ടറെ നസ്ലിനെ അപ്രോച്ച് ചെയ്യാന്ന് വിചാരിച്ചു, ഭയങ്കര ലെങ്തി ഡയലോഗ്സും നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ മാസ് ഡയലോഗ്സും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു എടുക്കോ? അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും. ഓക്കെ, അത് ക്യാരി ചെയ്യാൻ പറ്റും, അത് പോർട്രേ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ടല്ലേ? അതെ, അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്യും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ. ഇനി നസ്ലിന്റെ അടുത്തുള്ള ചോദ്യാട്ടാ, ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പണത്തിന് വേണ്ടി മാത്രമാണ് സിനിമ ചെയ്യുന്നത്? പണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സിനിമ? അല്ല, പണമാണ്, പിന്നെ നമുക്ക് ആക്ടിങ്ങിനോടുള്ള ഒരു പാഷനും കൂടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. ഇഷ്ടമില്ലാതിരുന്നിട്ടും സിനിമ ചെയ്തിട്ടുണ്ടോ? ചില പ്രൊജക്ടുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കത് വലിയ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ പല അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. കൂടെയുള്ള കോ ആക്ടേഴ്സിന്റെ അടുത്ത് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. ആരുടെ അടുത്ത? ചില ആൾക്കാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആരുടെയൊക്കെ അഭിനയം കാണുമ്പോഴാണ്? ഇല്ല, ഇപ്പൊ നമ്മളെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിൽ നസ്ലിന്റെ അഭിനയം കണ്ടപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നസ്ലിനൊക്കെ കുറെ കൂടെ നാച്ചുറൽ ആയിട്ടൊക്കെ അഭിനയിക്കും. അപ്പം നമ്മള് കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ നമുക്കതൊരു കോമ്പറ്റീഷൻ പോലെയാണ്. അപ്പൊ നമുക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതിപ്പം അങ്ങനെയാണ് ഒരുവിധം. എനിക്കൊന്ന് എല്ലാവർക്കും ആ സാധനം ഉണ്ടാവും.